السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد فإني أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن إلى آخر الآية. صدق الله مولانا العلي العظيم. ബഹുമാനമുള്ളവരെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം, അതിന് ഏകദേശം 15ഓളം പോഷക സംഘടനകളുണ്ട്. ഈ സംഘടനകളെല്ലാം തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കുകയും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുകയും അതിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന സംഘടനകളാണ്. അതുപോലെ തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ലക്ഷ്യങ്ങളിൽപ്പെട്ട ഒന്നാണ് വിദ്യാഭ്യാസം. അത് ആത്മീയവും ഭൗതികവുമാവുന്ന വിദ്യാഭ്യാസങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി പ്രവർത്തിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിലായി കൊണ്ട് പല വിദ്യാഭ്യാസ ഏജൻസികളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇവിടെ ഈ കേരളത്തിൻ്റെ പുറത്തൊക്കെ. അതിൻ്റെ പ്രധാനപ്പെട്ട ഒന്നാണ് അൽബിറിനെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ കാലങ്ങൾ അതിൻ്റെ ആ തുടക്കം കുറിച്ചിട്ടായിട്ടുള്ളെങ്കിലും അത് ഇന്ന് പ്രൈമറിയും ഒക്കെ ആയിക്കൊണ്ടിട്ട് ഏകദേശം 300ഓളം സ്ഥാപനങ്ങൾ കേരളത്തിൻ്റെ പുറത്തുമായി കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അൽബിർ സംവിധാനം എല്ലാ വർഷവും റമദാനോടനുബന്ധിച്ച് ഇസ്തിഖാമ എന്ന പേരിൽ ഒരു പരിപാടി തയ്യാറാക്കിക്കൊണ്ടിട്ട് ഇതിനോട് ബന്ധപ്പെട്ടവരിലേക്കും മറ്റു പൊതുജനങ്ങളിലേക്കൊക്കെ റമദാൻ്റെ സന്ദേശം അറിയിച്ചു കൊടുക്കുക എന്നൊരു പതിവ് തുടർന്നു പോന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വർഷത്തെ റമദാനോടനുബന്ധിച്ചു കൊണ്ടിട്ടുള്ള ഒരു പരിപാടിയാണ് ഇവിടെ നടത്തപ്പെടുന്നത്. വിശുദ്ധ റമദാൻ അത് നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ആ മാസം തന്നെ വളരെ പുണ്യമായ മാസമാണ്. ഷഹ്റുൽ മുബാറക്ക് എന്നാണ് അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രധാനപ്പെട്ടതായ ഒരു സംരംഭം ഉണ്ടാകുമ്പോൾ അതിൻ്റെ മുമ്പായി കൊണ്ടിട്ട് അതിനെ സംബന്ധിച്ച് ഒരു പരിചയപ്പെടുത്തൽ നടത്തും. റമദാൻ അത് ആഗതമാവുന്നതിൻ്റെ മുമ്പ് തന്നെ സഹാബത്തിനെ വിളിച്ചു ചേർത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പ്രസംഗിക്കുകയാണ്. ഒരു പുണ്യമായ മാസം നിങ്ങൾക്ക് ആഗതമാകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ മാസത്തിൽ ചെയ്യേണ്ടതായ ഇബാദത്തുകളുടെ സ്വഭാവങ്ങളെ സംബന്ധിച്ചൊക്കെ
അതിൻ്റെ മറ്റുള്ള പ്രത്യേക നിസ്കാരത്തിനെ സംബന്ധിച്ച്, അതിൽ നോമ്പ് അനുഷ്ഠിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ റസൂലുള്ള പരിചയപ്പെടുത്തി സ്വഹാബത്തെ പറഞ്ഞു. അവിടെ റസൂലുള്ള മാസത്തിന് ഉപയോഗിച്ചത് തന്നെ ഷഹ്ർ മുബാറക്, പുണ്യമായ മാസം എന്നാണ്. അതോടുകൂടെ ഈ മാസത്തിനിക്ക് മാസം സ്വന്തമായി പുണ്യമായ മാസമാവലോടുകൂടെ തന്നെ ആ മാസത്തിൽ പ്രത്യേകമാവുന്ന ചില വിശേഷതകൾ ആ മാസത്തിൽ സംഭവിച്ചു എന്നുള്ള നിലക്ക് ആ മാസത്തിനിക്ക് മറ്റൊരു പുണ്യം കൂടിയുണ്ട്. അതാണ് ഷഹ്ർ റമദാനിലദി ഉൻസില ഫീൽ ഖുർആൻ എന്നാണ്. വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടത് ഈ റമദാൻ മാസത്തിലാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, ഈ റമദാൻ മാസത്തിൽ പ്രത്യേകമാവുന്ന ഒരു രാത്രിയുണ്ട്. ആ രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ. അപ്പം ലൈലത്തുൽ ഖദ്ർ ഉള്ള മാസമാവുക, വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാവുക എന്ന് ഉള്ള മറ്റ് പല കാരണങ്ങളുണ്ടായതുകൊണ്ട് ഈ മാസത്തിനിക്ക് അതിനിക്ക് ചില പ്രത്യേകത ഒക്കെ ഉള്ളതിനോട് കൂടെ തന്നെ ഈ റമദാൻ, അത് റമദാൻ എന്നുള്ള നിലക്ക് ആ മാസമാണെന്നുള്ള നിലക്ക് ഈ റമദാനിക്കൊരു ഈ റമദാനിനെ സംബന്ധിച്ച് അത് പ്രത്യേകമായ മുബാറക്കായ പുണ്യമായ മാസം എന്ന് രേഖപ്പെടുത്തി. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശുദ്ധമായ മാസങ്ങളെയും വിശുദ്ധമായ ദിവസങ്ങളെയും പുണ്യമായ മാസങ്ങളെയും പുണ്യമായ ദിവസങ്ങളെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി തരികയും അല്ലാഹു അതിനെ ശറഈ ചെയ്യുകയും ചെയ്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യരായ നമ്മിൽ നിന്ന് മനുഷ്യൻ എന്നുള്ള നിലക്ക് തെറ്റുകൾ സംഭവിക്കും. ഈ തെറ്റുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടിട്ട് അതിന് തൗബ ചെയ്ത് മടങ്ങി നമ്മളെ ഹൃദയത്തിനെ വിശുദ്ധാക്കുക, നമ്മളെ അവയവങ്ങളെ വിശുദ്ധാക്കുക, അള്ളാഹുവിനോടുള്ളതായ ആ സാമീപ്യം അത് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ആ നിലക്ക് റമദാനിനെ ആദരിച്ചുകൊണ്ട്, റമദാനിനെ ബഹുമാനിച്ചുകൊണ്ടിട്ട്, റമദാനിൽ പ്രത്യേകമാവുന്ന കൽപ്പിക്കപ്പെട്ട ഇബാദത്തുകൾ, തറാവീഹ് പോലത്തെ നിസ്കാരങ്ങൾ, ദാനധർമ്മങ്ങൾ, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം, അള്ളാഹുവിൻ്റെ വജ്ഹിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന മറ്റ് നല്ല കാര്യങ്ങൾ ഏതെല്ലാം ഉണ്ടോ അതൊക്കെ ചെയ്തുകൊണ്ട്, നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് നമ്മുടെ ഈമാനിൻ്റെ ആ പവർ അത് വർദ്ധിപ്പിക്കാൻ, ഈമാനിൻ്റെ പ്രകാശം വർദ്ധിപ്പിക്കാൻ, ഈമാനിനെ പൂർണ്ണമായി ചാർജ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണെന്ന് ഈ സന്ദർഭത്തിൽ എല്ലാവരോടും ഉണർത്തിക്കൊണ്ടിട്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിൽ ഇത്തക്കയില്ലപ്പെടുന്നവരെ കൂടത്ത് നമ്മളെയും നമ്മളെ കുടുംബങ്ങളെ നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. റമദാനിലും മറ്റ് മാസങ്ങളിലൊക്കെ നമ്മൾ ചെയ്യണം എല്ലാവിധ ഇബാദത്തുകളെയും അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. എല്ലാ ഷർറുകളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും ഫിത്നകളിൽ നിന്നൊക്കെ അല്ലാഹു നമ്മളെയും നമ്മളെ കുടുംബങ്ങളൊക്കെ കാത്ത് രക്ഷിക്കട്ടെ. നമുക്കും അവർക്കൊക്കെ ഉള്ള ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ എല്ലാ ഖുബൂറിനെയും അല്ലാഹു സുഖപ്പൊങ്ങാവനാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ മഹത്താവുന്നതായ സംരംഭത്തിൻ്റെ, ഈ ഇസ്തിഖാമ എന്ന ഈ മഹത്താവുന്ന ഈ പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.